കൊനിച്ചിവാ സുഹൃത്തുക്കളെ, വെൽക്കം ടു എറ്റ് അനദർ വീഡിയോ ഓഫ് സാംസ്കാരിക് വീബ്സ് ബൈ ഷിനിക്കാമി സ്റ്റുഡിയോസ്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എന്താണ് പറഞ്ഞു? വൺ പീസിൻ്റെ പുതിയ തിയറീസും പുതിയ ചാപ്റ്ററുകൾ ഇറങ്ങി കുറേ ഹൈപ്പുണ്ട്. അത് വെച്ചിട്ട് നമുക്കൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, ഒരുപാടായി വൺ പീസിന് പുതിയ വീഡിയോ ആണെന്ന് കുറെ ആൾക്കാർ കമന്റിൽ. നമ്മൾ റീസെന്റ് ആയിട്ട് വൺ പീസിന്റെ സ്റ്റുഡിയോ അങ്ങനെ വീഡിയോസ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലേ? മ്യൂറലിന്റെ തന്നെ നമ്മൾ ചെയ്ത വീഡിയോ അല്ല, അതിന് ശേഷം ലൈക്ക് ചില വീഡിയോസിന്റെ ഇടയിൽ അങ്ങനെ വൺ പീസ് ഇട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിലും ഡെഡിക്കേറ്റഡ് വീഡിയോ അങ്ങനെ കുറെ ആയിട്ട് ചെയ്തിട്ടില്ല. കുറച്ച് നാളായി. അപ്പോൾ വൺ പീസിന്റെ പുതിയ ചാപ്റ്ററും കാര്യങ്ങളൊക്കെ ഇറങ്ങി. നമ്മുടെ ലോക്കിയുടെ ചെറുപ്പൊക്കെ കണ്ടു, ബർത്ത്. അതുപോലെ തന്നെ പുള്ളിയുടെ അമ്മയുടെ സ്റ്റോറിയും കാര്യങ്ങളും കണ്ടു. അമ്മയുടെ സ്റ്റോറിയിലാണ് ഓക്കെ സ്റ്റോറി കാര്യങ്ങളൊക്കെ കണ്ടു. ലൈക്ക് എനിക്ക് ഞാൻ ഇപ്പം അങ്ങനെ ഒരുപാട് ചാപ്റ്ററും കാര്യങ്ങളൊന്നും വായിക്കുന്നില്ല. തിയറീസും കാര്യങ്ങളൊക്കെ കുറേയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ചാപ്റ്റർ വായിക്കാത്ത കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാപ്റ്റർ വായിച്ച് കഴിയുമ്പോൾ എനിക്ക് എന്തോ ആനിമ ഇറങ്ങുന്ന ടൈമിൽ കുറച്ചൊക്കെ സ്പോയിൽ ആവുന്ന പോലെ ഒരു ഫീൽ വരുന്നുണ്ട്. ഞാനതുകൊണ്ട് ഇങ്ങനെ വല്ല ബിഞ്ചായിട്ട് ഒരു ദിവസം ചാപ്റ്റർ മൊത്തം വായിക്കാന്ന് കരുതി. പുതിയൊരു കുമ വന്നിട്ടുണ്ട്. പുതിയൊരു കുമ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യത്തെ അതിൽ തന്നെ ജനിച്ച് വീണ ഉടനെ നേരെ മറ്റേ ഡ്രം ഐലൻഡിൽ നമ്മൾ ലൂഫിയെ കണ്ട പോലെ അടുത്ത സീനിൽ കാണുന്നത് ഹെല്ലോ അതിലേക്ക് താഴത്തെ ഡൗൺ എന്തറെല്ലാം മറ്റേ 3 റിലോ എന്തോ ഇല്ലേ, സൺറെല്ലാം അങ്ങനെ എന്തോ ഇല്ലേ, എൽബാഫിന് 3 റിലേറ്റ് അതിന്റെ ഏറ്റവും ഹെല്ല് ലൈക്ക് മിഡിൽ ആൾക്കാർ നിൽക്കുന്നത്, പിന്നെ രാജാവ് അങ്ങനെ ആൾക്കാർ സൺ വേൾഡ് ഹെൽ വേൾഡ്. അപ്പൊ ഹെൽ വേൾഡിൽ നിന്ന് തിരിച്ച് കയറാൻ വേണ്ടിട്ട് അത് ജനിച്ച് വീണ് കുറച്ച് നേരം ആയതേ ഉള്ളൂ, അത് വീണ്ടും കയറുന്ന രീതിയിലുള്ള ഒരു ഇതാണ് കാണിച്ചത്. ഫസ്റ്റ് ലോക്കിയുടെ ബാക്ക് സ്റ്റോറി ജനിച്ച ആ ഒരു ടൈം തന്നെ അതിൽ ആ പാനൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ആ പാനൽ എടുത്ത് നോക്കിയിരുന്നു വിഷയം. പിന്നെ നമ്മൾ ഇത്രയും നാൾ ഹറാൾഡിനെ ഒരു ഇമേജിൽ വെച്ചിരുന്നു, ഒരു ക്രേറ്റോസ് ലൈക്ക് ഒരു ബാഡാസ് ഇതാണെന്ന് പറഞ്ഞാൽ ക്രേറ്റോസ് ആണെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതല്ല, കുറച്ചും കൂടെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു അത് പിന്നീട് ആദ്യം തോന്നിയാസം കാണിക്കുന്ന ഒരു പിന്നെ ഒരു വുമൺ ലൈക്ക് പെർഫെക്റ്റ് വുമണിനെ കണ്ടതിന് ശേഷം വുമണാണ് അവനെ മാറ്റിയെടുത്തത്. അതിൽ ഏറെക്കുറെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ ക്യാരക്ടേഴ്സിന്റെ ജേണി മാറ്റിയിട്ടുള്ളത് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് സെന്യോർ പിങ്കിന്റെ സ്റ്റോറിയൊക്കെ ലൈക്ക് വേറെ സ്റ്റോറിയാണ്. അങ്ങനത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നത്. അതിൽ തന്നെ നമുക്ക് ഡൗട്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, ലോക്കി സ്ട്രോ ഹാറ്റ് കയറാം എങ്ങനെ ഇരിക്കും? ലിറ്ററലി എങ്ങനെ ഇരിക്കും? ഇടയ്ക്ക് നമ്മൾ ഈ ലൈബ്രറി ഉണ്ടല്ലോ, എന്റെ പേര് ഔട്ട് ലൈബ്രറി ഇല്ലേ, അവിടെ മറ്റേ ബുക്ക് വലുതാക്കുന്നതിന്റെ ഒരു കേസ് അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അത് ആ ഒരു സ്ത്രീ ഉണ്ടല്ലോ, അവർക്ക് മറ്റേ ആൾക്കാരെ സൈസ് വലുതാക്കുകയും ചെറുതാക്കുകയും ചെയ്യാന്നുള്ള ഇത് കണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗബാന്റെ സ്റ്റോറി ഇപ്പോഴാണ് കറക്റ്റ് ആയത്. ഇതാണ് സിനിമ. എനിക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് അതൊരു നല്ല. അതുപോലെ തന്നെ ഞാൻ ഇതുപോലെ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട്. ഇതുപോലെ തന്നെ ഗബാനല്ല ലോക്കി സ്ട്രോ ആയിട്ട് കയറാന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ വർക്ക് ആവുന്നുള്ള സംഭവം. അതിലൊരു കമന്റ് കണ്ടതാണ്, ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് കൂമ ഓടുന്ന മീം. ഞാൻ മിക്കവാറും അത് കഴിഞ്ഞ് ഓടേണ്ടി വരും. സ്വാഭാവികം. ലൈക്ക് എൽബാഫ് മൊത്തത്തിലൊരു ആഡം ട്രീ ആണ്. എൽബാഫ് മൊത്തത്തിലൊരു ആഡം ട്രീ ആണ്. ലൈക്ക് ഫ്രാങ്കിയുടെ ഒരു കണ്ണ് ആഡം ട്രീന്റെ മുകളിൽ പണ്ടേ പതിഞ്ഞിരുന്നു. അത് ആദ്യം ആദം ട്രീയെ കുറിച്ച് പറയുന്നത് തന്നെ ഫ്രാങ്കിയാണ്. അവിടെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ പറഞ്ഞ ഈ ഒരു ഷിപ്പ് ഉണ്ടാക്കിയ ആദം ട്രീന്ന് തടി കൊണ്ടാണെന്നുള്ളത്. ഞാനൊരു ഒരു
തിയറിയാണ്. ആണ്. മേരി മെറീഗോ ഇല്ലേ, മെറീഗോ അതിൽ നിന്നാണ് ഉണ്ടാക്കിയത്. ആഡം ഫുഡ് വെച്ചിട്ടാണ്. ഇവരാ ക്യാഷ് ഞാൻ പറയാം, ഒരു 300 മില്യൺ ബെറി. ഒന്ന് പറയട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, ആ മര്യാദ കാണിച്ചു എന്നുള്ളതാണ്. നമ്മളാണെങ്കിൽ അതുപോലും മര്യാദ കാണിച്ചാണ് നാക്കിറങ്ങി പോയത്. വാട്ടർ സെവനില് ഉസോപ്പിന്റെ ആദ്യം പൈസ അടിച്ച് മാറ്റുമല്ലോ. പൈസ അടിച്ച് മാറ്റുന്ന എന്തിനെന്ന് വെച്ചാൽ ഇവൻ ആരം ട്രീ വാങ്ങാനാണ്. അത് ഈ എനിയസ് ലോബി കഴിഞ്ഞ് ഇവൻ ഷിപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്താണ് പറയുന്നത്. ഞാനൊരു ക്വിക്ക് തിയറി പറയാം. എന്ന് വെച്ചാല് നോവ എന്നുള്ളൊരു ഷിപ്പ് ഉണ്ട്. ലൈക്ക് നിലവിൽ ഇപ്പൊ നോവ എന്നുള്ളത് തകർന്ന് നിൽക്കുന്ന ഒരു പോലെ ഏറ്റവും വലിയൊരു ഷിപ്പ്. തിയറി ഈസ് വെള്ളം റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. ആ ഒരു വേൾഡിൽ വെള്ളം റൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോഹയുടെ സ്റ്റോറി നിങ്ങൾക്ക് അറിയാമെന്നിരുന്നു. ഒരു മരുഭൂമിയിൽ മഴ വന്ന് റിയൽ ലൈഫ് നോവ, മോസയുടെ അല്ലല്ലോ, മിത്തോളജിയിലുള്ള ബിബ്ലിക്കൻ മുസ്ലിംസിലും ആ ഒരു സെയിം ഹിസ്റ്ററി ഉണ്ട്. ലൈക്ക് ഒരു ഡെസേർട്ടിൽ ദൈവം പറയുന്നു, ഓക്കെ മഴ വന്നിട്ട് മൊത്തം വെള്ളം നനയാൻ പോവാണ്, നീ ആ കൂട്ടാളൊക്കെ കൂട്ടിക്കോ എന്നുള്ള രീതിയിൽ. കൂട്ടിക്കൊന്നല്ല പറയുന്നത്, എല്ലാ റേസിലുള്ള ഓരോരുത്തരും മൃഗങ്ങളുടെ ഓരോ പേർ വെച്ചിട്ട് അതും അതിന്റെ കൂടെ തന്നെ അവിടെ ഉള്ള മനുഷ്യന്മാരും ഈ റിലീജിയനിൽ അവന്റെ ഫാമിലി മാത്രമേ ഉള്ളൂ. ആഡം ട്രീ വലിയ എൽബാഫ് വലിയൊരു ആഡം ട്രീ ആണ്. വാട്ട് ഇഫ് കറന്റ് എൽബാഫ് ബിക്കം നെക്സ്റ്റ് നോവ? ഇല്ല, അതിന് ചാൻസ് ഇല്ല. കാരണം ഫിഷ്മാൻ ഐലൻഡിൽ പറയുന്നുണ്ട് ഈ നോവ കുറച്ച് ഡാമേജ് ഉണ്ടായിരുന്നല്ലോ ഫിഷ്മാൻ ഐലൻഡ് തീരാൻ നേരത്ത്. കാരണം ഫിഷ്മാൻ ഐലൻഡിലേക്ക് ആ നോവ ഇടിച്ച് പോകേണ്ടതായിരുന്നു. പക്ഷേ ഷിരാവോസ്റ്റി സീ കിങ്സിനെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചത് കൊണ്ടാണ്. പക്ഷെ കുറച്ച് ഡാമേജ് ഉള്ളതുകൊണ്ട് സീ കിങ്സ് പറയും ഒരു ക്ലാനിലെ ആൾക്കാർക്ക് മാത്രമേ ഇത് ശരിയാക്കാൻ പറ്റുള്ളൂ. അത് ചിലപ്പോൾ എൽബാഫിലുള്ള ആരെങ്കിലും ആയിരിക്കാം, അതാവാനായിരിക്കും ചാൻസ്. മേ ബി ലൈക്ക് ഇപ്പോൾ നിലവിൽ എൽബാഫിൽ അത്യാവശ്യം ലുക്ക് പെട്ടെന്ന് തോന്നിയത് വൈക്കിങ്സിനെ എല്ലാവരും പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പക്ഷെ കൂടുതൽ എനിക്ക് ഡാർഫ്സ് ഉണ്ടല്ലോ, ഡാർഫ്സിന്റെ ലുക്ക് ഉണ്ട്. ലോർഡ് ഓഫ് ദ റിംഗ്സിലെ പോലെ അവിടെ ആർക്കിടെക്ചർ ആ ഒരു വൈബ് ഉണ്ട്. ആർക്കിടെക്ചറിന് വൈക്കിംഗ് വൈബാണ്. പക്ഷെ അവിടുത്തെ ആൾക്കാർക്ക് ഡോർസിന്റെ ആ ഒരു ഡ്രസ്സിംഗ് താടി അല്ല ബ്രൈഡിങ്സ് വൈക്കിങ്ങിലുണ്ട്. ലൈക്ക് ഏറ്റവും ലൈക്ക് കടലിൻ്റെ അടിയിൽ ഫിഷ്മാൻ ഐലൻഡ് ഉണ്ടെന്നുണ്ടെങ്കിലും എനിക്ക് ഓടുന്നു അതിനേക്കാൾ എന്തുകൊണ്ടും ഡേഞ്ചർ ആയിട്ടുള്ള ഒരു പ്ലേസ് ടു ലീവ് എൽബാഫ് ആണ്. അത് ആ തുടക്കത്തിലേ പറയുന്നുണ്ടല്ലോ, മറ്റേ ലൂയി ആർനോ. അവിടെ അത്രയും ജയൻസ് ആണ് നിൽക്കുന്നത്. പിന്നെ വേറൊരു തിയറി ഉണ്ടല്ലോ, മറ്റേ ടൈം ഡൈലേഷൻ തിയറി. അത് ഇപ്പം കൺഫേം ആയല്ലോ. ഗബ്ബാനും ഷാങ്സും കൂടെ മറ്റേ ബാത്തപ്പിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ഒരു ഇതിന്റെ കാര്യം പറയുന്നുണ്ട്. എത്ര വർഷമായി? 3-4 വർഷമല്ലേ പറയുമ്പോ 3-4 വർഷമായല്ലോ പാസ്റ്റ് കാണിക്കുമല്ലോ. ഷാങ്സിന്റെ കൈ ഫുള്ളായിരുന്ന സമയത്ത് ഷാങ്സും ഗബാനുമായിട്ട് ഒരുമിച്ച് ഹോട്ട് സ്പ്രിംഗ് ഇരുന്ന് സംസാരിക്കും. അപ്പം ഗബാൻ ചോദിക്കും, നമ്മൾ ആ ക്യാപ്റ്റൻ മരിച്ചിട്ട് എത്ര 3-4 വർഷമായില്ലേ? അപ്പം അവൻ പറയും 3-4 10 വർഷം എങ്ങാണ്ടായി എന്ന് പറയാം. അപ്പം അത് തന്നെ ഒരു ഇതാണ്, ഒരു ചെറിയ ഡീറ്റെയിൽ ആണ്. അതൊന്ന്. പിന്നെ മറ്റേ ബിർമിംഗ്ഹാമോ കിലിംഗ്ഹാം വന്ന് ഇവരുടെ അടുത്ത് പറയും, ഷാംറോക്കിന്റെ അടുത്ത് പറയുമല്ലോ, ഇമു കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാണ്, ഇതുവരെയായിട്ട് ഒരു ഇതും വന്നില്ലല്ലോ, ഒരു അപ്ഡേഷനും വന്നില്ലല്ലോ. അവിടെ വന്ന് ഏതാനും മിനിറ്റുകളേ ആയിട്ടുള്ളൂ. പിന്നെ ഗുങ്കോയെ ഫസ്റ്റ് പൊസസ് ആവുന്ന സമയത്തും പറയുന്നുണ്ട്, ഇത്രയും നേരമായിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അത് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത്. അതൊക്കെ ഒരു ടൈം ഡൈലേഷന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാനത് ഇപ്പോൾ നോട്ടീസ് ചെയ്യുന്നത് കൊള്ളാം, നല്ലൊരു തിയറിയാണ്. അതുപോലെ തന്നെ ഷാങ്സിന്റെ കാര്യം പറയണം. ഷാങ്സിന്റെ ഹാൻഡ് മാർക്കിന്റെ കാര്യം നമ്മൾ സ്വകാര്യം പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യമായിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ഷാങ്സിന്റെ കയ്യിൽ ഷാങ്സിന്റെ ട്വിൻ ബ്രദർ ഉണ്ടായിരുന്ന പോലെ മാർക്ക് ഉണ്ട്.
അത് ലൂഫിയെ പറയടാ. നീ നീ പറഞ്ഞോണ്ടിരിക്കണ നമ്മളെ കയറി പറയണ എന്തിന്? ലൈക്ക് നീ പറ. ഞാൻ കാണുന്നൊരു എന്റർടൈനറാണ്, നിങ്ങളുടെ ഇതിനെ കുറിച്ചുള്ള ഗീക്സ് ആണല്ലോ. ഓ പറയണ പറച്ചിലേട്ടത്തൊന്നും നമ്മൾ മാത്രമാണ് പ്രതികരിച്ചു തുടങ്ങിയ തീരുവ അവിടെ. അതുകൊണ്ടാണ് അവൻ മിണ്ടായിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, ബാക്കിയുള്ളവർക്ക് റീജനറേഷൻ ഉണ്ട്, എന്തുകൊണ്ട് ഇവനില്ല? ഷാങ്സിനില്ല. അങ്ങനെയാണെങ്കിൽ അവനെ കൈ തിരിച്ച് റീജനറേറ്റ് ചെയ്തു. കയ്യിലുള്ള മാർക്കുണ്ടല്ലോ, കൈ ഉള്ളപ്പോഴാണ് ആ ഒരു അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളവർക്കൊക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഗബാന് പീസായിട്ടല്ലേ അങ്ങനെ വെട്ടുന്നത്, എന്നിട്ട് എന്തുകൊണ്ട് അവൻ റീജനറേറ്റ് ആയി തിരിച്ച്? കുറച്ച് ടൈം എടുത്തുവെങ്കിലും റീജനറേറ്റ് ആയല്ലോ. പക്ഷെ ഷാങ്സ് അതേ സമയത്ത് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ആ സമയം ഇമ്മു വീക്കായിരുന്നെങ്കിലോ? ഇമ്മുവിന്റെ വിലനുസരിച്ചാണ് ഇവര് ഇതാവുന്നെങ്കിലോ, റീജനറേറ്റ് ആവുന്നെങ്കിലോ. അതും ഇപ്പം ഷാങ്സിനെ തിരിച്ച് റീജനറേറ്റ് ആകണം, അല്ലെങ്കിൽ ഷാങ്സിനെ തിരിച്ച് അവിടെ കയറണം. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷാങ്സ് എൻ്റെ ബ്രദർ അവിടെ വന്നിട്ട് അവൻ അവിടെ നിൽക്കാൻ പറ്റാതെ അവൻ തിരിച്ചിറങ്ങി പോയതാന്ന്, അവൻ താല്പര്യമില്ലാതെ അവൻ തിരിച്ചിറങ്ങി പോയതാന്ന് ഈ പറഞ്ഞ മെരിയോ എന്ന്. പക്ഷേ അതേപോലെ അവൻ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ അവനെ മറ്റേ പുറം തള്ളിയതാണെങ്കിലോ, ഇനി അവന് റീജനറേഷൻ കപ്പാസിറ്റി, ഇമ്മുവിൻ്റെ പവർ അവന് വേണ്ട എന്നുള്ള രീതിയിൽ ചിലപ്പം അവനെ ട്രാക്ക് ചെയ്യാനും പറ്റുമായിരിക്കും ഒരു മാർക്കുണ്ട്. അതുകൊണ്ടായിരിക്കണം അവനെ കൈ കളഞ്ഞത്. ഓക്കെ, അതൊരു നല്ല ഐഡിയ. ഗംഗോനെ ട്രാക്ക് ചെയ്യുന്നുണ്ടല്ലോ, അതിനൊക്കെ അവനെ ട്രാക്ക് ചെയ്യണ്ടെന്നുള്ള ഇതിനകത്ത്. കാരണം ഇവനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവിടെ നിന്ന് അവരറിയുന്നുണ്ട്. അപ്പോഴത് മാറ്റാൻ വേണ്ടിയിരിക്കണം ചിലപ്പോൾ അവൻ്റെ കൈ അവൻ സാക്രിഫൈസ് ചെയ്തത്. പിന്നെ വേറെ ഫ്രീ ആയല്ലോ. ഇതിപ്പം ഒരു പടിക്ക് 2 പക്ഷി പോലെ ലൂഫിയുടെ വിശ്വാസവും കിട്ടി, കയ്യും പോയി, സുഖം. പിന്നെ മറ്റേ ലംബാർ പൈററ്റ്സ് ഹോളി നൈറ്റ്സ് ആണെന്നും പറഞ്ഞിട്ടൊരു തിയറി. ലംബാർ പൈററ്റ്സ് അല്ലെ, ഈവൻ ഹോളി നൈറ്റ് ആയിരുന്നു എന്നാണ് പറയുന്നത്. ബ്രൂക്ക് അത് തന്നെ. അതിൻ്റെ അവരുടെ ക്യാപ്റ്റൻ എന്ന് പറയണ അങ്ങേരൊരു കിങ് ആയിരുന്നു. ലൈക്ക് ആ ഒരു രീതിയിലൊരു തിയറി ഞാൻ കണ്ടായിരുന്നു. അതിൽ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലംബർ പാരൻസിനെ കാണിക്കുന്ന സമയത്ത് അവർ ഡാൻസ് ചെയ്യണ ഒരു സീക്വൻസ് ഉണ്ട്, അതായത് അനിമയ്ക്കകത്ത് തന്നെ. അതിൽ ഒരുത്തൻ്റെ കയ്യിൽ സെയിം നമ്മളെ മറ്റേ ഇങ്ങേരുടെ കണ്ട പോലെ, സോമോസിൻ്റെ കണ്ട പോലത്തെ മാർക്ക് ഉള്ള രീതിയിൽ ടാറ്റു ചെയ്യുന്ന പോലെ. ഇനി ഇവന്റെ കയ്യിലും ഉണ്ടായിരുന്നിരിക്കുമോ? സ്കെൽറ്റൺ ആയതിനു ശേഷം പോയതാണ്. അല്ല, വേറെ കാര്യം, ഏറ്റവും ഇതിനകത്ത് ഏറ്റവും മറ്റേ സീക്രട്ടീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് രണ്ടുപേരും തോന്നുന്നില്ല, റോബിനും ബ്രൂക്കുമാണ്. റോബിൻ അറിയാവുന്ന പല കാര്യങ്ങളും റോബിൻ പുറത്ത് പറയുന്നില്ല, നമ്മളെ വ്യൂവേഴ്സിന് അറിയാൻ പറ്റുന്നില്ല റോബിൻ അറിയുന്ന പല കാര്യങ്ങളും. കാരണം അവരെല്ലാ പോണിഗ്ലിഫ്സും വായിക്കുന്നുണ്ട്, എല്ലാ ഇൻഫർമേഷനും ഉണ്ട്. റോബിൻ ഒരുപാട് പുതിയ ഹിസ്റ്ററിയെ കുറിച്ച് അറിയാവുന്നതുകൊണ്ടാണ് ആ ഒരു ഇവര് സ്ഥലത്തിന്റെ പേര് എന്താ റോബിന്റെ ഒഹാര നശിപ്പിച്ച കളഞ്ഞ തന്നെ ഹിസ്റ്ററി അറിയാവുന്നതുകൊണ്ട്. ഓൾറെഡി ഇപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി അതിന് മുമ്പേ തന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇവർക്കറിയാം, റോബിൻ അറിയാം. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. ബ്രൂക്കിന്റെ കാര്യത്തിലും ബ്രൂക്കിനെ കുറിച്ച് അറിയാവുന്നത് ബ്രൂക്കിന്റെ ലൈഫിനകത്തുള്ള ഒരു 3 വർഷം 2 വർഷം ഗ്യാപ്പ് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. അതായത് അവൻ ആയിരുന്നു, ലബൂണുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവന്റെ ഹിസ്റ്ററി മാത്രമേ ഒരു ചെറിയ പോർഷൻ മാത്രം. അതുപോലെ തന്നെ അതിനൊക്കെ തന്നെ ഇത്രയും സ്പോർട്സ്മാൻഷിപ്പ് ഉള്ള ആളായിട്ട് പോലും അവൻ പലപ്പോഴും അവൻ ഫൈറ്റ് ചെയ്യാൻ നിൽക്കത്തില്ല. ഇല്ല, ബ്രൂക്ക് വേറൊരു കാര്യം ആക്ട് ചെയ്യും. മിക്ക കാര്യങ്ങളും അവന് പല ഇതിലും അറിയാം, എന്ന് വെച്ചാൽ പല കാര്യങ്ങളും അവന് അറിയാം. അത് ബാക്കിയുള്ളവരൊക്കെ ഇതാരാണെന്ന് പറഞ്ഞു, ഓ ഇതാണ് ഗോഡ് നൈറ്റ്സ് എന്ന് ഇവരുടെ അടുത്ത് പറഞ്ഞു, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടാവും ബാക്കിയുള്ള സ്ട്രോ ഹെയർസ് വിചാരിക്കുന്നത്. അതൊന്ന്. പിന്നെ ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് യോങ്കോനെ പേടിയില്ലാത്ത ഏക വ്യക്തി അവനാണ്. യോങ്കോനെ പേടില്ല, ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാരും പേടിയില്ല. റോജറിനെ റുക്കിയും ബിഗ് മാമിനെ മോളെ എന്ന് വിളിച്ച ആളാ. യങ് ലേഡി അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബ്രൂക്ക് അങ്ങനത്തെ നാമി ക്യൂനാണ്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്രിൻസസ് ആണ്. ഫ്ലവർ തിയറി ഒക്കെ ഇടയ്ക്ക് ഉണ്ടായിരുന്നല്ലോ, പ്രിൻസസിന്റെയും പേരുകൾ എല്ലാ പ്രിൻസസിന്റെ പേരുകളും ഫ്ലവർ വെച്ചിട്ടായി. അങ്ങനെ നോക്കുന്ന സമയത്ത് നാമിയും ഒരു പ്രിൻസസ് ആണ് എന്നുള്ള രീതിയിൽ. അതേപോലെ ഷാർലറ്റ്, റബേക്കയുടെ ഏതോ ഒരു പൂവിന്റെ ഏതോ ഒരു വെർഷനകത്ത് ആ ഒരു പേര് റബേക്ക എന്ന് പറഞ്ഞൊരു പേര്. അതേപോലെ നാമി എന്ന് പറയുന്നതും ഒരു പൂവിന്റെ പേരാണ്. അത് ആക്ച്വലി നല്ലൊരു തിയറിയാണ്. കാരണം എന്താ പറയുക, ഇവള് ബെല്ലമി
നാമി എടുക്കുന്നത് ഒരു നോജിക്കോയും നാമി ഒപ്പാണല്ലോ എടുക്കുന്നത്. ബെലമിയറിന്റെ അടുത്ത് കൊണ്ടുവരുന്നത് ബെല്ലാമി മറ്റേവനാണ് ബെല്ലമിയർ അല്ലേ, ബെൽമിയർ. ഓക്കെ, അവള് നൊജിക്കോയും നാമിയും കാണുന്നത് ഒരു വാർ സോണിലാണ്. ഇത് മേ ബി ഇതുപോലെ തന്നെ ഒരു എന്താ പറയാ ഒരു യുദ്ധം നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് യുദ്ധം എന്നാ പണ്ടേണ്ട വാറില് നൊജിക്ക കൊണ്ട് ലൈക്ക് കളഞ്ഞു കിട്ടിയ കുട്ടിയാന്നുള്ള രീതിക്കാണ് കൊണ്ടുവരുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അറിയുന്ന ഒരാളാന്നുള്ള രീതിക്കല്ല. അപ്പോൾ ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ആ ഒരു തിയറിക്ക്. അതായത് അവിടുത്തെ ഇപ്പം കിങ്ങും ക്യൂനും നല്ല ജനങ്ങളോട് ഒത്തിരി സൗമ്യമായി സൗഹൃദത്തോടെ പെരുമാറുന്ന സമയത്ത് അവിടെ പൈററ്റ്സ് വന്ന് പിടിച്ചടക്കാൻ വരുന്നതോ ലൈക്ക് അങ്ങനെയെങ്കിലും അതായിരിക്കൂല. മെറീൻസ് ആയിരിക്കും അങ്ങോട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇവര് ചിലപ്പോൾ വേൾഡ് ഗവൺമെന്റിനെതിരെ നിൽക്കുന്ന ഇതാണെങ്കിലോ സ്ട്രോങ് ഫാമിലി ആയിട്ടുള്ള ഇവിടുന്നാണ് നാമി വരാനാ സാധ്യത കൂടുതൽ. കാരണം നാമിക്ക് ഒരു ട്രാക്കിംഗ് സ്കില്ലുണ്ട്, വെതർ സ്കില്ലുണ്ട്, വെതർ പ്രഡിക്ഷൻ ഉണ്ട്, ഐക്യമുണ്ട്, കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിയുണ്ട്. ഈ സമയത്ത് പറയും എല്ലാരും മറ്റേ വില്യൻ ഡെഫോയുടെ മീം ഉണ്ടായിരുന്നു വൺ പീസിന്റെ എപ്പിസോഡിൽ. ഏത് വില്യൻ ഡെഫോയുടെ ഒരു മീം ഉണ്ടല്ലോ, ആനിമേറ്റേഴ്സ് ആവശ്യമില്ലാതെ അത് സാഞ്ചി നേരെ അമ്മർക്കൊന്നും ചെയ്യാൻ വയ്യ, അമ്മർക്ക് അല്ലാത്ത കാര്യത്തിനകത്തെല്ലാം കളിക്കാൻ അറിയാം. എനിക്ക് ആനിമയില് നിലവിൽ ഇഷ്ടമില്ലാത്ത ആവശ്യമില്ലാത്ത കുറച്ച് കാര്യങ്ങൾ കുത്തിക്കയറുന്നുണ്ട്. ആവശ്യമുള്ളത് ആവശ്യമുള്ള കളയുന്നുണ്ട്. ലൈക്ക് സ്റ്റോറിയോട് കറക്റ്റ് സ്റ്റോറി അതേപോലെ കൊണ്ടുപോകുന്നുണ്ട്, ക്യാരക്ടേഴ്സും സീൻസിനും. അതിനൊക്കെ ചില ഈ ആനിമ ഒരു ഫാൻസ് ഒരു ക്യാരക്ടറിനോട് ഇപ്പം ഇച്ചിരി ചായ്വ് കാണിക്കുന്നതോ ഒരു കൂടുതൽ ഇഷ്ടപ്പെടുന്നതോ തെറ്റല്ല. ഫേവറിറ്റിസം കാണിക്കുന്നത് പ്രശ്നമില്ല. പക്ഷെ ഒരു ആനിമേറ്റർ സ്റ്റുഡിയോ തന്നെ ഫേവറിറ്റിസം കാണിക്കുമ്പോൾ ഉള്ള പ്രശ്നം ഫേവറിറ്റിസം കാണിക്കുമ്പോൾ കുഴപ്പമില്ല, പക്ഷെ മറ്റേ ക്യാരക്ടറിനെ ഡീഗ്രേഡ് ചെയ്യുന്നത് അത് തെറ്റാണ്. ഒരു റോവലൂച്ചിയും മറ്റേ സോറോ ഫൈറ്റ് മറ്റേ ഒരു പാനൽ ഒരു ഫൈറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 2 ഫാൻ, ഇത് 2-3 മിനിറ്റ് ഉണ്ട് തമ്മിൽ ഇങ്ങനെ ചുമ്മാ ഷോർട്ട് ക്ലാഷ് ചെയ്യും. അത് അടികൊണ്ട് നടക്കുന്ന സമയത്ത് ലവ് വന്ന് പിടിച്ചോണ്ട് പോവുക, ജിംബെ വന്ന് പിടിച്ചോണ്ട് പോവുക. ജിംബെ ആണെങ്കിൽ അണ്ടർറേറ്റഡ് ക്യാരക്ടറുമാണ്. ഒരുപാട് പലരും വിചാരിക്കുന്ന ജിംബെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. ജിംബെ അത്ര പവർഫുൾ അല്ലെന്ന് വിചാരിക്കുന്ന പല ആൾക്കാരും. എടാ ഒരു കാര്യം ചെയ്യുക, ആലോചിക്കുക, നമ്മുടെ ഈ തുടക്കത്തിൽ ആർലോങ് പാർക്ക് ആർക്കില് ആർലോങ്ങിനേക്കാളും പവർഫുള്ളാണ് ആ ടൈമില് ജിംബെ. മറ്റേ വാർലോഡായിരുന്നു, ഇവനുമായിട്ട് കമ്പയർ ചെയ്യേണ്ടുള്ള ആളായിരുന്നു. ആരാ? മിഹോക്കുമായിട്ടൊക്കെ വാർലോഡ്സ് ആണ്. അങ്ങനെ ഇരിക്കുന്ന ഒരുത്തനെ പിടിച്ച് വീക്കാണെന്ന് പറഞ്ഞാൽ അടിയുടെ കുറവാണ്. ആ ടൈമിലേക്ക് ആർലോങ് വരെ പേടിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. മ്യൂച്വൽ റെസ്പെക്റ്റിൽ പോകുന്ന ക്യാരക്ടറാണ്. സ്റ്റേ ഓർ ഡൈ. ഒരു മിയർ യോങ്കോനെ കണ്ട് ഞാൻ പേടിക്കും, ഇന്റിമിഡേറ്റഡ് ആവത്തില്ല. ഞാൻ ഫയർ കിങ്ങിന്റെ ക്രൂവിൽ ചേരാൻ പോവാന്ന്. എനിക്ക് തോന്നുന്നു ഹോൾ കേക്കിൽ ഉണ്ടായിരുന്ന എല്ലാ സ്ട്രോ ഹെഡ്സും ലൈക്ക് ആ ടൈമിൽ ഒരു ഓർ വെച്ചിട്ടാണ് കളിച്ചിരുന്നത്. പ്രത്യേകിച്ച് ബ്രൂക്ക്. ഇവന് ഹാക്കി ഒന്നുമില്ല കാണിച്ചിട്ടില്ലേ ജിംബയ്ക്ക്? ഫുൾ ബോഡി ആർണമെന്റ് ആക്കി ഉണ്ടല്ലോ. ഫസ്റ്റ് സ്ട്രോ ആയിട്ട് ഫുൾ ബോഡി ആർണമെന്റ് ആക്കി യൂസ് ചെയ്യുന്നത് അല്ലല്ല മറ്റേ ഇതിനകത്ത് പങ്കാസാഡിനകത്ത് മറ്റേ അതിനെ ലോ മറ്റേ പിന്നെ നമ്മൾ ലോഡ് ബാക്ക് സ്റ്റോറി വേർത്തൊരു പരിവ്. പക്ഷെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ ലോ അവസാനം ലോ മറ്റേ അങ്ങനെ പെറുക്കാൻ എക്സിബിഷൻ വെച്ച പോലെ വെക്കും. ഇത് വയറ്, ഇത് കൈ, ഓരോ പാർട്സ് ആയിട്ട് വെച്ചേക്കുമല്ലോ.
വിഷയമാണ്. ആ ടൈമിലൊക്കെ ലോക്ക് ഒരു ഓറ ഉണ്ടായിരുന്നു. പക്ഷെ വാന കഴിഞ്ഞപ്പോഴത്തേന് അത് ലിറ്ററലി ഫാൻസിന്റെ ഒരു ഇതുണ്ട്. മറ്റേ ലോ രക്ഷിക്കാൻ വേണ്ടി സെങ്കോക്ക് പറഞ്ഞതിൻ്റെ കാണിക്കുമ്പോൾ യെസ് 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 അപ്പൊ കോൾ എടുക്കണ വെറുകോ നോ 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 ലൈക്ക് അതേ മീം പോലെ തോന്നുന്നു നമുക്ക് ആ സീന്. അല്ല അവരാദ്യം ചെയ്തിട്ട് പറയുന്നത് പറഞ്ഞാൽ ഓരോ ആർക്കിലും 1-2 ക്യാരക്ടേഴ്സ് ഇവരെ വേഴ്സ്റ്റ് ജനറേഷനുള്ള ആൾക്കാരെ കൊണ്ടുവരിക. അപ്പൊ ഒരാർക്കിനകത്ത് മറ്റേ ആണെങ്കിൽ അടുത്തതിനകത്ത് ലോ വരുന്നു, അതിനടുത്തതിനകത്ത് കിഡ് വരുന്നു, അതിനടുത്തതിനകത്ത് മറ്റേ ബോണി വരുന്നു. അങ്ങനെ വരുന്നു. ഇപ്പം ആരുമില്ലല്ലോ. ഉറൂജ് ഉണ്ട് ബാക്കിൽ ചിറകള്. ഇതിനകത്ത് നമ്മുടെ ഇതിനകത്ത് ഇപ്പോ ബോണിയുണ്ട്. ബോണിയല്ലേ ഉള്ളത് ഓൾറെഡി നേരത്തെ ഉള്ളതിനകത്ത്. അങ്ങനെ പുതിയതായിട്ട് ഒരാളാണ് ഇനി വരാൻ ചാൻസ് ഉള്ള ഉറൂജാണ്. ഉറൂജ് വരാൻ അവനെ കാണിച്ചിട്ടില്ല. ഹോക്കിൻസിന് മറ്റേ കൈയുടെ വന്ന് മേളേന്ന് വീഴുമ്പോഴത്തേക്കുള്ള സീന്. അല്ല ഉറൂജിനെ അത്ര കാണിക്കുന്നില്ല, ശ്രദ്ധിച്ചോ? ഉറൂജിനെ എനിക്ക് തോന്നുന്നു എവിടേക്കോ പാനലിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പവർഫുൾ ആണെന്ന് പറയാൻ ചെയ്യുന്നു. അതെ, അവൻ എത്രത്തോളം അറ്റാക്ക് ചെയ്യുന്നു അത്രത്തോളം എനിക്ക് പവർ കൂടും. അതാണ് അവന്റെ ഒരു ഡബിൾ ഫ്രൂട്ട്. മറ്റേ ഒരു പേന പോലത്തെ ഒരു സംഭവം ഉണ്ട്, പെൻസിലാണ് ഉണ്ട്. മറ്റേ വിചാരിക്കുന്നത് വരച്ചപ്പോഴത്തേക്കും എനിക്ക് ഓർമ്മ വരുന്നവരാന്നറിയോ, നമ്മളെ ബ്ലീച്ചിനകത്തുള്ള മറ്റേ സീറോയ്ക്കകത്തുള്ള ഒരുത്തനുണ്ടല്ലോ, ഇച്ചിബേയ എനിക്ക് ഓർമ്മ വരുന്ന ഒരു ലുക്കില്ലേ, താടിയുണ്ട് പക്ഷെ മുടി ഉള്ളതുകൊണ്ട് മൊത്തത്തിലൊരു മൊത്തത്തിലുള്ള കണ്ടു കഴിഞ്ഞാൽ മറ്റേ തനി മാന്യ കൈ ഇരിക്കുന്ന മൊത്തം അലമ്പ് ആ സാധനം. ഒരു നല്ല ക്യാരക്ടർ ആവുന്ന ഞാൻ അറിയില്ല. ഉറൂജ് നല്ല ക്യാരക്ടർ ആവാനുള്ള സാധ്യത ഒന്നും ഞാൻ പറയുന്നുണ്ട്, പക്ഷെ ഇവനെ മാത്രം കാണിക്കുന്നില്ല. ഉറൂജ് നല്ലൊരു ക്യാരക്ടർ ആവാനുള്ള സാധ്യത ഒന്നും കാണുന്നില്ല. ഉറൂജ് കണക്ക് മറ്റേ ലെവന്റ് കണക്കാ, മറ്റേ ഹോക്കിൻസൺ ആണ് തോന്നിയത് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് ഉറൂജ് കൈൻഡ് ഓഫ് ലൈക്ക് മിക്സ് ഓഫ് ലോ ആൻഡ് കിഡ്, മിക്സ് ഓഫ് ഹോക്കിൻസ് ആൻഡ് നമ്മുടെ എനിക്കൊരു ഷിറിയോ എക്സ്ട്രേക്കാ അപ്പു അല്ല. അപ്പു ഒരു തൊരിഞ്ഞ ക്യാരക്ടറാണ് കേട്ടോ, ഇഷ്ടമല്ല. അപ്പുവിന്റെ ഒരു മീമുണ്ട്, ഷാങ്സിന് ചെവിയൊത്താൻ പറ്റും. അണ്ണ നോക്കുന്നുണ്ടണ്ണ. സ്ട്രോങ്ങസ്റ്റ് നിനക്ക് എനിക്ക് എന്തും ചെയ്യാൻ പറ്റുന്നു. ക്ലാപ്പ് അടിയടാ. അല്ല അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സ്ക്രാച്ച് മാൻ അപ്പു. അത് ആ ക്യാരക്ടറിന്റെ ഇത് കിടിലോ, നല്ല പൊട്ടൻഷ്യലുള്ള ഒരു എബിലിറ്റിയാ അത്. പക്ഷെ വാച പഠിച്ച് നിക്കണോണ്ട് അവന്മാർക്കൊക്കെ ഉണ്ടാവാനുള്ള പവർ. അത് ഒരു ഇവനുണ്ടെങ്കിൽ പൊളിയായിരുന്നു. ആ ഒരു ഡബിൾ ഫ്രൂട്ട് ബ്രൂക്കിനുണ്ടെങ്കിൽ പൊളിയാ. തീർന്നില്ല. അതിനേക്കാളും കൂടുതൽ എബിലിറ്റി അല്ലേ ഇപ്പൊ ഉള്ളത്. സോൾ ഫ്രൂട്ട് ആക്ച്വലി ഭയങ്കര അണ്ടർറേറ്റഡ് ആണ്. ഇതിന് മുമ്പേ പറഞ്ഞിട്ടുണ്ട്, സോൾ ഫ്രൂട്ട് കഴിച്ചിട്ടുള്ള ബിഗ് മം ബ്രൂക്കിനെ വിളിക്കുന്നത് സോൾ കിങ്. അതിന് വലുതായിട്ട് സോൾ കിങ് അത് വിഷയമാണ്. ബ്രൂക്കിന് ആക്ച്വലി സ്റ്റാൻഡ് ലോൺ ആയിട്ട് ഒരു സ്റ്റോറി അതിൽ വെച്ച് കഴിഞ്ഞാൽ കിടിലോ. ബ്രൂക്കിന്റെ ബാക്ക് സ്റ്റോറി പൊളിയല്ലേ. വിഷയമാണ്. ബ്രൂക്കിന്റെ ഓറ വൈബാണ്. എന്തെന്ന് മറ്റേ നമ്മുടെ കുടുംബത്തിലുള്ള ഒരു കൂൾ അങ്കിൾ പോലെയാണ് ബ്രൂക്ക്. മക്കളെ മിഠായി വേണം വാപ്പ. അത് വേറെ, അത് ഒമിനിയായിട്ട് വരുന്ന ആളുമാര്. അല്ലല്ല പിന്നെ അതിലൊക്കെ അങ്ങളാകുമ്പോ 10 രൂപ മേടിച്ചാ നേരത്തെ കണ്ടവരും ഇപ്പോടെ എണ്ണം തെറ്റി 6 അല്ല ഓക്കെ. അടുത്ത വേറെ ഏതെങ്കിലും തിയറി നീ യോർമുണ്ടോ? മറ്റേ റെഡ് ലൈൻ അത് സംഭവം ഈഡ പറയുന്നു. ഈഡ ഇവന്റെ ഫസ്റ്റ് വൈഫ്, ഹറാൾഡിന്റെ ഫസ്റ്റ് വൈഫ്. ഊക്കാൻ നല്ല എളുപ്പമല്ലേ, ഇരുന്ന് കഥ പറ. അപ്പൊ ഇച്ചിരി പാടാ.
പാടൊന്നുമില്ല, ഞാൻ പെട്ടെന്ന് കല്ലറിയ സാറേ കഥ അത് നമ്മൾ ഈ റെഡ് ലൈനിനെ പറയുന്ന എപ്പോഴും പറയുന്ന ഒരു ബ്ലഡ് സർപ്പൻറ്റ് കോയിൽ ചെയ്ത് കിടക്കുന്ന രീതിയിൽ പല പ്രാവശ്യവും വൺ പീസിന് അത് മെൻഷൻ ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്, ലൈക്ക് റെഫർ ചെയ്ത് പറയുന്നുണ്ട്. അതായത് എൽബാഫിലെ ഫസ്റ്റ് വാരിയേഴ്സിനെ കാണിക്കുന്ന സമയത്ത് അവരുടെ മറ്റേ മൂവും ലൈക്ക് ഇതിന്റെ ലിറ്റിൽ ഗാർഡിൽ വെച്ചിട്ടുള്ളത്, അതിന്റെ പേരും എന്ത്, എനിക്ക് ആ പേര് വായിൽ കിട്ടത്തില്ല. അതല്ല, ഈ റെഡ് സർപ്പന്റ് അവരാ പറയുന്ന ഒരു സ്പെല്ല് പോലെ ഉണ്ടോ, ഒരു ചാൻഡ്, ആ ചാൻഡില് പറയുമ്പം ആലോചിച്ച് പോയി. അപ്പോൾ അതായത് നമ്മുടെ മറ്റേ ഓൾ ബ്ലൂ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആദ്യമേ ഉണ്ടായിരുന്നു. അതായത് അതിനെ പിന്നെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി അതായത് ഇറ്റ് വാസ് ആർട്ടിഫിഷ്യലി ക്രിയേറ്റഡ്. അങ്ങനെ ഒരു ലാൻഡ് ഫോം ആണ് റെഡ് ലൈൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് അതിന് ശേഷമാണ് ലുനാറിയൻസ് അവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയത്. അതിന്റെ മുകളിൽ അവർക്ക് പറക്കാൻ പറ്റുമല്ലോ. സോ അതായത് ഈ വേൾഡ് സിങ്കായി കഴിയുമ്പോഴത്തേക്കും അവരതിൽ നിന്ന് എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് അറിയാമെന്നുള്ളതുകൊണ്ടാണ് അവരുടെ റേസെ ഇല്ലാണ്ടാക്കിയെന്നുള്ള രീതിയിലും കൂടെ ഉണ്ടല്ലോ. ആ ഒരു രീതിയിൽ ആ തിയറി പോണേ. അതായത് ഈ റെഡ് ലൈൻ എന്ന് പറയുന്നത് ഈ ജയന്റ് സർപ്പൻ്റ് ആണ്. അതായത് എന്തുകൊണ്ട് ലുനാറിയൻസ് ശാന്തറൻസ് ഇല്ലേ, അവരുടെ ഇതായില്ലോ, പൂർവികർ, അവരുടെ ആൻസിസ്റ്റേഴ്സോ അല്ലെ മറ്റേ ഹോമോസേപ്പിയൻസ് ഹോമോനിയൻഡർട്ടാൽസ് പോലെ ആയിക്കൂടാ. അവര് ചിലപ്പോ ഇവരുടെ മിക്സും ആയിരിക്കുമല്ലോ. മിക്സുകൾ ഒരുപാട് ഹ്യൂമൻസ് ആൻഡ് ലുണേറിയൻസിന്റെ മിക്സ് ആവാം. അതാണ് ശാന്തോറൻസ്. പക്ഷെ അവരുടെ വിങ്സിന്റെ അവരുടെ ഇതും ഷാൻഡോറിയൻസിന്റെ ഹിസ്റ്ററി പറയുന്നത് 500 വർഷം മുമ്പാണ്. ഇവരുടെ കാലഘട്ടത്തിലാണ് പറയുന്നത്. അവരുടെ ലുണാറിയൻസിന് അതിന്റെ ഒരുപാട് അല്ലല്ല, ഒരു സെഞ്ചുറി എന്ന് പറഞ്ഞാൽ 1000 വർഷം. ആ ഒരു സമയത്തുള്ള ഹിസ്റ്ററിയാണ് ഇവരുടെ മൊത്തം പറയുന്നത്. പക്ഷെ അതിന് മുമ്പും അവരവിടെ ഉണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നു. അല്ല, നോളജിന്റെ ആ ടൈമിലല്ലേ മറ്റേ ട്രാവലറിന്റെ കേസും പറയുന്നത്. ആ എൽബാഫിലൊരു ട്രാവലറിന്റെ കേസ് പറയുന്നുണ്ടല്ലോ, പുള്ളിയുടെ അല്ലേ നോളജിന്റെ സമയത്തല്ലേ ആദ്യമായിട്ട് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. മറ്റേത് എഴുതള്ളി ഉസപ്പ് നോളൻ, അതല്ല ഉസപ്പ് നോളജിന്റെ ഇതാണെന്നുള്ളത് ഇല്ല. അത് പക്ഷെ നല്ലൊരു തിയറി ആയിരുന്നു. അല്ല, ഈ ഉസപ്പ് ലോക്കിയുടെ ഹാമർ പൊക്കുന്ന ഒരു അങ്ങനത്തെ അത് പറഞ്ഞു ഞാനും അവനോട് വന്നിരുന്ന മൊത്തം എഴുതിയതായിരുന്നു. ചാൻസ് ഉണ്ട്. പക്ഷെ സംഭവം എന്താന്ന് വെച്ചാൽ ഉസോപ്പിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഉസപ്പിന് ഇമ്പോർട്ടൻസ് കിട്ടാൻ പാടാണെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇടയ്ക്ക് വെച്ച് എന്നോട് പറഞ്ഞായിരുന്നു ലാസ്റ്റ് ഫൈനൽ ആർക്കിൽ വരുമ്പോഴത്തേക്ക് ഏറ്റവും പവർലെസ് ആയിട്ടുള്ള ക്യാരക്ടർ ഉസപ്പ് ആയിരിക്കും. ഉസപ്പിന് വലിയായിട്ട് പവർ. ഉസപ്പ് ആക്ച്വലി ഫൈനൽ ആർക്ക് മുമ്പ് മരിച്ചു കഴിഞ്ഞാൽ എന്തും മനസ്സല്ല. വന്നിട്ടില്ല, അത് ലാസ്റ്റ് അത് വന്നിട്ടില്ല. വന്നു കഴിഞ്ഞാൽ അത് എൻഡിങ്ങിനോട് അടുത്ത് അല്ലെങ്കിൽ അല്ലല്ല, അത് തോന്നുന്ന ഒരു ഓർമ്മ എന്തറിയോ, ഒരു ക്യാരക്ടറിന്റെ കാര്യം പറയുന്നുണ്ട്. മറ്റേ ഈ നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഈ കടലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ക്യാരക്ടറിന്റെ കാര്യം പറയുന്നുണ്ട്. വരുന്ന സമയം പക്ഷെ അത് ഓൾറെഡി ഡീബങ്ക് ചെയ്തല്ലോ. ഇവനാണെന്ന് പറയുന്നുണ്ടല്ലോ, സോളാണ് ജാഗ്വാർ ഡി സോള്. അവനാണ് ബൈ ഫ്ലെയിംസ് എന്ന് പറയുന്നത്. സോളാണോ അതോ ഈ പറഞ്ഞ ഗബാന്റെ അണ്ടറില് അവരുടെ ഗ്രൂപ്പിനകത്ത് ആരുടെയാ പൈറേറ്റ്സിനകത്ത് ഒരു ഫിഷ്മാൻ ഉണ്ട്. ആ ക്യാരക്ടറിന് ഇതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. നമ്മളെ SSB ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ അകത്ത് റോജർ പൈററ്റ്സിന്റെ ക്രൂവിലെ മെമ്പേഴ്സിനെ കാണിച്ച സമയത്ത് ഈ ഫിഷർമാന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടില്ല. കാണിച്ചു തരാം. പക്ഷെ ഓൾറെഡി ആ ഒരു ക്യാരക്ടർ അതിനകത്തുണ്ട്. അവരുടെ ടീമിനകത്ത് എപ്പോഴും ഉണ്ട്. മറ്റേ പക്ക ഒരു മീനാണൊക്കെ ഇരിക്കും. അതായത് മനുഷ്യനേക്കാളും കുറച്ചുകൂടെ സിമിലാരിറ്റി മീൻ. മറ്റേ ഇതാണെന്നും എല്ലാം പറഞ്ഞോണ്ട് വല്ലവന്മാരും വരട്ട്. ഏതാ മണ്ടേല എഫക്റ്റ് ആണെന്നും പറഞ്ഞല്ലോ. അല്ല ലൈക്ക് ഫസ്റ്റ് ആളെ മനസ്സിലായി. ആ ഒരു ക്യാരക്ടർ
അല്ല കാരണം അങ്ങനെ ഒരു ക്യാരക്ടർ ആരും പറയാൻ അറിയോ? ഈവൻ ഗോഡ് വാലിയിലും ഗോഡ് കാണിക്കുമല്ലോ. വാലി അല്ല, നമ്മുടെ ഇവൻ ഉണ്ടല്ലോ ലൂഫി ഫസ്റ്റ് ഇത് തുടങ്ങത്തില്ലേ, അവന്റെ ട്രാവലിംഗ് തുടങ്ങുന്ന സമയത്ത് അവനൊരു ചുഴി പെട്ടിട്ടാണ് അവന്റെ ചെറിയ ഷിപ്പ് നശിച്ചു പോയിട്ട് ചെറിയ ബോട്ടിൽ നിന്ന് ആൽവിയുടെ അടുത്ത് ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ഒരു ചുഴി കാണിച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ചുഴി എന്ന് പറയുന്നതുമായിട്ട് ഇത് ക്യാരക്ടർ, കാരണം തന്നെ അവന്റെ ഓരോ മെയിൻ പോയിന്റ്സിലും ഓരോ റോജർ പൈറേറ്റ്സ് വരുന്നുണ്ട്. അതെ അതെ, ഫസ്റ്റ് ലൈക്ക് എന്താ പറയാ, മറ്റേ നമ്മളെ രണ്ടുപേരിൽ ഒരാളൊന്നും മരിക്കും. അവന്റെ പേരെന്താണ്? എന്ന് പറഞ്ഞാൽ ഫാൻ ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗബ്ബാന്റെ റോള് റോജർ പൈററ്റ്സില് ഗബ്ബാന്റെ റോൾ ചോദിച്ചത്. അപ്പോഴത്തേക്കാണ് പുള്ളി ഫുൾ ഗോൾഡ് റോജർ, സിൽവർ റെയിലി, സ്കോപ്പർ ഗബാൻ, നാവിഗേറ്റർ ആയിരുന്നു. അവനല്ലേ ഇതിനെ വൺ പീസ് റാഫ്റ്റിൽ എത്താൻ വേണ്ടിട്ടേ അവനാണല്ലോ മാപ്പിൽ ഇത് ഇത് എവിടെ കണ്ടായിരുന്നു, ഈ റെയിലിയേക്കാളും പവർഫുൾ ആണ് ഗബാൻ എന്ന്. അത് ഗബാൻ തന്നെ പറയുന്നത്. അതിപ്പോ തമ്മിലുള്ള പവർ വൈസ് നോക്കുകയാണെങ്കിലും ഇപ്പൊ റെയിലി അന്ന് കാണിച്ചില്ലായിരുന്നു, അതിന്റെ ഇരട്ടിയാണ് ഇപ്പം ഗബാൻ കാണിക്കുന്നത്. കാരണം റെയിലി മറ്റേ ഇവനെ അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവന്, ബ്ലാക്ക് ബിയർഡിനെ എനിക്ക് ഇപ്പം പറ്റത്തില്ലെന്ന് പറഞ്ഞതാ. പക്ഷേ സിമ്പിൾ ആയിട്ടാണ് മറ്റേ ആദ്യം വെട്ടി കൂട്ടുന്നത്, മറ്റേ സോമേഴ്സിനെ വെട്ടി കൂട്ടുന്നത്. അടുത്തത് ക്രോക്കസ് ഉണ്ട്, ഡോക്ടർ, ടാക്ടിക്കൽ ഓഫീസർ, മൂൺ ഐസക് ജൂനിയർ. അതാരാ? ക്യാരക്ടർ കണ്ടിട്ടേ ഇല്ല. മൂൺ ഐസക് ജൂനിയർ ടാക്ടിക്കൽ ഓഫീസർ. ഹെൽംസ്മാൻ ഡോൺകിനോ. അതല്ലേ നമ്മളെ ഇവന്റ് കണക്കിരിക്കുന്ന ആരെ? അപ്പു അല്ല, ഏത് പോലെ ഉണ്ട്. അടുത്തത് ഇൻട്രോഗേറ്റർ. ഓ, ടോർച്ചറർ. ടോർച്ചറർ ഉണ്ട് ഈ പറഞ്ഞ ഇതിന്. മില്ലറ്റ് പൈ, സ്കോളർ, റോവിങ്, ഇൻഫോർമെന്റ് എറിയോ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, സ്കോളർ, റോവിങ്, ടോർച്ചറർ, മില്ലറ്റ് പൈൻ എന്ന് പറഞ്ഞ ഇന്റലിജന്റ് ഓഫീസർ, സ്പെൻസർ. അതാണോ മറ്റേ തൊപ്പിയുള്ള ആള്? അല്ലല്ല, സ്പെൻസറിനെ കണ്ടിട്ട് എവിടെയോ ഏതോ ഒരു ക്യാരക്ടറിന്റെ ഒരു ചെറിയൊരു കട്ട് കാണുന്നു. എന്താണ് നിന്റെ മൊബൈൽ ഇങ്ങനെ? കാഞ്ചീറോ അല്ല, ഇത് മറ്റേ കാവൻഡിഷ് പോലെ ഉണ്ട്. ഗണ്ണർ പീറ്റർമോ, നമ്മളെ ഇവന്റെ അത് അടിപൊളി. മ്യൂസീഷ്യൻ ജാക്സൺ ബാനർ, ഷിപ്രൈറ്റ്, ബ്ലൂ മറീൻ. ഇത്രയും പേരെ പറഞ്ഞിട്ടുള്ളൂ, പക്ഷെ ഫിഷ്മന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഫിഷ്മൻ ഉണ്ട് താനും. അല്ല, അവൻ മറ്റേ മേജർ ആയിട്ടുള്ള ഒരു അംഗത്തിനെ പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ മേ ബി ഇതിലിപ്പോ വല്ല പേരൊന്നും പറഞ്ഞിട്ടില്ല, എന്താ പറയാ, ഓഡൻ ലൈക്ക് വന്നു പോയൊരു ക്യാരക്ടറാണ്. അതുപോലെ വന്നു പോയതല്ല. ഗോഡ് വാലി ഉണ്ടല്ലോ, എങ്കിൽ ഗോഡ് വാലി മാത്രമല്ല, എല്ലാ ഏത് ഇപ്പം വൈറ്റ് ബിയർഡുമായിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്തുണ്ട്. എല്ലാ പാനലിനകത്തും റോജർ പൈററ്റ്സിനെ കാണിക്കുമ്പോൾ ഇയാൾ അതിനകത്ത് കാണും. ഈ ഫിഷ്മാൻ എന്തായാലും കാണും. മേ ബി സിലുവറ്റ് അല്ല, പക്ക പാനലായിട്ട് കാണിക്കുന്നുണ്ട്. പറയാൻ പറ്റില്ല. ഗില്ലല്ലേ, ഫിന്നാണ്. ഫിന്നും ഒരു പച്ച ഫിന്നും നീല ബോഡിയോ, കയ്യിലൊരു ട്രൈഡന്റ്. മറ്റേ നേരത്തെ പറഞ്ഞില്ലേ മറ്റേ ടൊണ്ടാട്ട, അവരുടെ അതിൻ്റെ ഒരെണ്ണം ചോദിച്ചിട്ടുണ്ട്. അതായത് ഹലോ ഓഡാസാൻ, വാട്ട് ആർ ദ ഡോൺസ് അങ്ങനെയാണ് അതിന്റെ പേര്. DOSUNDADA. അതാണ് മറ്റേ അതാണ് ആ ട്രൈബിന്റെ ബിറ്റ്വീൻ ജയന്റ്സ് ആൻഡ് ഡോർസ് എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഡോർസിന്റെ അല്ല, മറ്റേ ടൊണ്ടാട്ടയുടെ അവരുടെ ആണെന്നും പറഞ്ഞിട്ട് അത് ഓടെ തന്നെ കൺഫേം. ആ ഒരു ഇതിനാണോ ഇനിയിപ്പം ബിഗ് മമ്മു വരുന്നത്? അറിയില്ല. അല്ലല്ല, ബിഗ് മം എന്ന് പറയുന്നത് ജയന്റിന്റെ ആണെങ്കിൽ വലുതും അല്ല. അച്ഛനും ഒരു ജൈഗാന്റിസം പിടിച്ച ഒരു കൊച്ചായിരുന്നു അത്. അങ്ങനെയാണെങ്കിൽ വൈറ്റ് ബിയർഡും ബക്കനിയർ ആവാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. കാരണം അവന്റെ ഫേഷ്യൽ സ്ട്രക്ചറിൽ ബക്കനിയറുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട്.
അതിൻ്റെ ഈത പോലെ ഓടറാ. ഇനി വേറെന്ത് തിയറി ഞാൻ ഇനി കഴിഞ്ഞിട്ട് കാണിച്ചേക്കാം. എന്തിനാ ബക്കിനിയാണ് അല്ലട കോപ്പേ, നിനക്ക് അതിനകത്ത് ഗിൽ ബാസ്റ്റർ എന്ന് പറഞ്ഞ ഒരുത്തുണ്ടായിരുന്നല്ലോ, ഗിൽ ബാസ്റ്റർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഇതിൻ്റെ അകത്തൊക്കെ കാണിച്ചിട്ടുണ്ട്, ത്രില്ലർ പാർക്കിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പുള്ളിയാണ് യഥാർത്ഥത്തിൽ ഓടയുടെ ഫസ്റ്റ് കോമിക്കൽ ഹീറോ ആയിട്ട് പുള്ളി ചെയ്യായിരുന്നത്. 17ാമത്തെ വയസ്സിലെ കോമിക് ചെയ്യായിരുന്നപ്പോൾ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് ഇങ്ങനെ വയ്ക്കാന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു. അത് SBSൽ പറഞ്ഞിട്ടുള്ള സാധനമാണ്. SBSൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. SBS-നകത്താണ് ഇയാള് മൊത്തം മറ്റേ പറയുന്നത് ഫുള്ള്. ഇയാൾ നോക്കിയ ഏതാ ഏറ്റവും കൂടുതൽ ഇയാള് റെസ്പെക്ട് ചെയ്യുന്ന എഴുത്തുകാരൻ എന്ന് പറഞ്ഞ് പറയുന്നത് ആരാന്നറിയോ? അതാണ് പിന്നീട് കളിപ്പോയത്. പുള്ളിക്കാരൻ മറ്റേ ജപ്പാനിലെ റിഡിയാണ്. കാര്യം അതറിയില്ല. റൊറോണി കെൻഷന്റെ പേരുണ്ടല്ലോ. സാമ്പൽ ആണ് ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു മെൻഷൻ ചെയ്തിട്ടില്ല. ആ ഒരു ക്യാരക്ടറാണ് സ്റ്റാർട്ടിംഗ് സ്പെസിഫിക്കലി ഒരു എന്താ പറയുക ഡ്യൂട്ടി ഉണ്ടാവില്ല, റോളില്ലാത്ത. വൈറ്റ് ബിയറിന്റെ ക്രൂവിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇത് അങ്ങനെ പോലും പറയുന്നില്ല, അതാണ് പ്രശ്നം. എടാ റോജർ ക്രൂവിൽ ഉള്ള ആളായിട്ട് അല്ലെങ്കിൽ ക്രൂ മെമ്പർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ കാണിക്കണം. റോജർ പൈറേറ്റ്സിന് ഡിവിഷൻസ് ഉണ്ടോ എന്നുള്ള സംശയമാണ്. കാരണം ഷാങ്സിന്റെ ഡിവിഷൻസ് ഇല്ല. ഇല്ല 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 റോജർ പൈറേറ്റ് ഇൻഡിവിജ്വലാ. ഒരുപാട് ആൾക്കാരുണ്ട്, മാൻ പവർ മേ ബി. ഇല്ല. അടുത്തത് പിന്നെ വേറെ എന്താണ് അടുത്ത പറയാനുള്ളത്? നമുക്ക് ആ ഒരു റൊറോണി കെൻഷന്റെ ഇത് നിനക്കറിയില്ലല്ലോ, പറയണോ? പറഞ്ഞോ. ഓക്കെ, ലൈക്ക് റൊറോണി കെൻഷന്റെ റൊറോണി കെൻഷന്റെ ക്രൻഷിനല്ല കെൻഷിൻ, റൊറോണി കെൻഷിൻ പേര് മാത്രം പറ, ബാക്കി ഞാൻ പറയാം. പേരും കഥ എനിക്കറിയില്ല. പുള്ളിയുടെ CP ആയിട്ട് പൊക്കിയിട്ടുണ്ട്. എന്തായാലും സാനിറ്റൈസർ ഉണ്ടോ ഇവന്റെ കാലൊന്ന് കഴുകാനായിട്ട്? വേറെ കേസാ. പുള്ളിയെ കയ്യിന്ന് ലൈക്ക് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നില്ല, അത്ര അറിഞ്ഞാൽ മതി. ഇതായിട്ട് പൊക്കി ലൈക്ക് ജപ്പാനില് കൾട്ടിലെ ആൾക്കാർ മൊത്തം പറഞ്ഞത് ഇങ്ങനെയാണ് മൊത്തം വേൾഡില് സാധനം ഉണ്ടാക്കണം. കാരണം അത്രത്തോളം CD ആണ് പുള്ളിക്കാരുടെ കയ്യിൽ പൊക്കിയത്. സായിലല്ല, റൊറോണി കെൻഷന്റെ. അപ്പോ റൊറോണി കെൻഷന്റെ 30th ആനിവേഴ്സറി വന്നപ്പോൾ ലൈക്ക് പുള്ളിക്കാരനെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ലൈക്ക് സിലബറ്റ് അതുപോലെ ഡ്രോയിങ്സ് കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു ആനിമേ ക്യാരക്ടറായിട്ട്. അതിൽ ഏറ്റവും ആ ആനിമേ ക്യാരക്ടറിനെ വെറുത്ത് വരച്ചത് ജോജോന്റെ ക്രിയേറ്ററാണ്. കാരണം പുള്ളിക്കാരൻ മറ്റേ ഈ നറി എനിക്ക് വേണ്ട എന്നുള്ള രീതിക്കാണ് അറാക്കി വരച്ച്. ഇവന്റെ റൊറോണി കെൻഷനിലെ MC പേരെന്താണ്? കെൻഷൻ. ഓക്കെ, ഈ കെൻഷനെ ലൈക്ക് 4 വരയിൽ ഇവനെ തീർത്ത്. കാരണം അത്രയും ഡിസ്റെസ്പെക്റ്റഡ് ആയിട്ടാണ് എന്ത് ചെയ്ത്. ആ ടൈമിൽ ഏറ്റവും അടിപൊളിയായിട്ട് വരച്ചത് ഓടെയാണ്. കാരണം റൊറോണി കെൻഷൻ ചെയ്യുന്ന ടൈമിൽ SBS-ൽ റൊറോണി കെൻഷൻ ആണ് അയാളുടെ ഏറ്റവും അതിന്റെ എഴുത്തുകാരനാണ് ഇയാളുടെ ഏറ്റവും ഫേവറേറ്റ്. പുള്ളിക്കാരൻ അതിന്റെ എഡിറ്ററായിട്ട് കോഡിറ്ററായിട്ട് വർക്ക് ചെയ്തു. അതേപോലെ തന്നെ റൊറോണി കെൻഷനകത്ത് ഓട തന്നെ അയാൾ തന്നെ മറ്റേ വരച്ച് റെഡിയാക്കി എടുത്തൊരു ക്യാരക്ടറും ഉണ്ട്. ഓടയുടെ ഫസ്റ്റ് വർക്ക് അവിടെയാണ്. പുള്ളിക്കാരൻ അവിടെയാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ എഡിറ്ററായിട്ടാണ് പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ മെന്റർ എന്നുള്ള രീതിക്ക് എന്തായാലും അതുണ്ട്. പക്ഷെ അങ്ങനത്തെ അലിഗേഷൻ നടക്കുന്നുണ്ട്. ലൈക്ക് ഉള്ള കിടക്കുക അത് വീട്ടിൽ നീ പുള്ളിക്കാരനല്ല ഓട എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഇയാളെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് ഞങ്ങൾ വൺ പീസ് കാണുന്നില്ല എന്ന് പറയുന്ന കുറച്ച് ഒരു ടീം ഓഫ് ആൾക്കാരുണ്ട്. അതും അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കത്തില്ല. അങ്ങനത്തെ ലൈക്ക് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ടെന്ന് പറയാം.
ഇല്ലാണ്ടില്ല. വേറൊരു തിയറി ഞാൻ കണ്ടതാ, മറ്റേ നമ്മളെ പഴയ മറൈൻ ഫോണിന്റെ അകത്ത് 3D2Y അത് ഓർമ്മ, അതേപോലെ എൽബാഫിലെ ടൈം ഡൈലേഷൻ അങ്ങനെ ആവാൻ ചാൻസ് ഉണ്ടെന്ന്. 3 ദിവസം എന്ന് പറയുന്ന 2 മണി 4 വർഷമായി എന്നാണ് ഈ പറഞ്ഞ ഇവരിരുന്ന് ചർച്ച ചെയ്ത് പറയുന്നത്. അപ്പോഴത്തേക്കും മറ്റേ ഷാങ്സ് പറയുന്നത് അല്ലല്ല 10-12 വർഷമായെന്ന് പറയുന്നത്. ഏകദേശം ആ റേഞ്ച്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡൈലേഷനാണ് നീ പറഞ്ഞത്. 2 ദിവസം 2 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിവിടെ 10 ദിവസം 10 വർഷം പോയെന്നാണ് തീർത്ഥം. അത്രയൊന്നുമില്ല, എന്തായാലും ഒരു 3 day ഡിഫറൻസ്, 3 year അത്രയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. ഒരു 3 മാസം 4 മാസത്തെ ഡിഫറൻസ് ചിലപ്പോ ഒരു വർഷം ആയിട്ടില്ല. ശരിയാ, 3 ആയിട്ടുള്ളൂ. 3 വർഷം എന്ന് പറഞ്ഞ് കൂട്ടിയാൽ മതി. അതായത് 3-4 വർഷമായി, പക്ഷെ 10 വർഷമായി. ഏകദേശം 3 വർഷത്തിന്റെ ഗ്യാപ്പിനകത്തായിരിക്കാം. 1 വർഷം പറഞ്ഞാൽ 3 വർഷം ആ ഗ്യാപ്പിലായിരിക്കാം പൊക്കോണ്ടിരിക്കുന്നത്. ഏതായാലും ടൈം ഡൈലേഷൻ ഉണ്ടെന്നുള്ളത് ഏകദേശം ഉറപ്പിച്ച കാര്യമാണ്. കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് എന്തായാലും. ഇൽബാഫ് ചെയ്യാതെ തിയറി മാത്രമേ ഇടാൻ പറ്റുള്ളൂ. കാരണം ഓൾറെഡി ചാൻസ് ആണ്. വീട് അതിനെ തന്നെ 3 റലവാക്കി. അതായത് ഈ സുനേഷ് ഒന്നും എന്റെ ഇടയ്ക്ക് ഒന്നും ഒരു സൈസ് കാണിക്കത്തില്ല. കമ്പയറബിളും കൂടി ഭയങ്കര ഇഷ്ടമാണ്. ഞാനിപ്പോ ഈ ടോപ്പ് ടിയർ പ്രൊഡക്ട്സ് പറഞ്ഞ ഞാൻ ഒരു മാനോട് പറഞ്ഞില്ലേ, അതിനകത്ത് സുനേഷ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇവൻ മറ്റേ വേറൊരു നെതർ വേൾഡിലോട്ട് ഇവൻ പോയി കഴിയുമ്പോഴത്തേക്ക് മറ്റേ ഇവര് കടലിലാണ് നിൽക്കുന്നത്. കടലിൽ മേളിക്കുമ്പോഴത്തേക്ക് അപ്പുറത്ത് മറ്റേ 4 കാല് വലിയ കാലുകൾ ആന ഇങ്ങനെ ഇത് ഇവിടെയോ കണ്ടല്ലോ പുല്ല്. ഓക്കെ, അത് അതിനകത്ത് സാധാരണ വൺ പീസ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്ട്രോ ഹാറ്റ് കാണിക്കും, അല്ലെങ്കിൽ ഗം ഗം എന്ന് പറഞ്ഞാൽ കാണിക്കും. ഇതൊന്നുമല്ല, മറ്റു കട്ട സാധനങ്ങളൊക്കെ കാണിക്കുന്നത് സുനീഷ കൈഡോ ഒക്കെ. അപ്പൊ എനിവേ ഇതൊക്കെയാണ് നമ്മളുടെ തിയറികള്. ഉണ്ടെങ്കിൽ വൺ പീസ് ഇപ്പൊ നിലവിൽ ഭയങ്കര ഹൈ ആയിട്ട് നല്ല പോണത്. ഇതിനകത്താ പോകുന്നത്, കാരണം ബാക്കിയുള്ള ഒരുപാട് അനിമകള് കയറി അടിക്കുന്നുണ്ട്. നല്ല കാര്യമാണ്. അപ്പോ ഇപ്പൊ ലൈക്ക് വൺ പീസിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യപ്പെടാൻ പറ്റിയ കാര്യങ്ങളൊന്നും വൺ പീസ് അല്ല. അങ്ങനെ ആനിമേ മാത്രം, ആനിമേ വേൾഡില് പക്ഷേ ഓവറോൾ വേൾഡ് വൈസ് നോക്കുകയാണെങ്കിൽ വൺ പീസ് ഒരുപാട് ഭയങ്കരമായിട്ട് കയറി വരാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തന്നെ ബാറ്റ്മാൻ അടിച്ച് വേൾഡ് എന്തുവാ മോസ്റ്റ് ഫേമസ് കോമിക് ഹീറോ പർച്ചേസ്ഡ് കോമിക് ബുക്ക് ഉണ്ട്. സൂപ്പർമാനോട് ഐ ആം കമ്മിങ് ഫോർ യു. അതേപോലെ തന്നെ ഇനി സൂപ്പർമാൻ മാത്രമേ ഉള്ളൂ ഫ്രണ്ടില്. അതിന് തൊട്ട് താഴെ ലൂഫിയായി, അതിന് താഴെയാണ് സ്പൈഡർമാനും കഴിഞ്ഞ. സ്പൈഡർമാൻ നാലാമത് എത്തി. ഇപ്പൊ ഇങ്ങനെയാണ് ഓരോ ക്യാരക്ടറിനെ അടിച്ചിടുന്നത്. വരണം, പക്ഷേ അതും ഇനി പോയി അവസാനം ബൈബിൾ വേഴ്സസ് മോസ്റ്റസ് വേൾഡ് ബുക്ക് അത് അപ്പോ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഒരുപാട് കൊണ പറഞ്ഞു. അപ്പോ നിങ്ങളുടെ വൺ പീസ് തിയറീസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ വൺ പീസിനെ കുറിച്ചിട്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലാന്നുണ്ടെങ്കിൽ വൺ പീസ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റെക്കമെൻഡേഷൻ, നിങ്ങളുടെ തോട്ട്സ്, ഞങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കണം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു പുതിയ കണ്ടന്റും കിട്ടും. നിങ്ങൾക്ക് എന്താണോ അറിയേണ്ടുള്ളത് അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. ഞങ്ങളുടെ അഭിപ്രായം അതിനെ കുറിച്ച് പറയുന്നതായിരിക്കും. ഓക്കെ, സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആനിമ ആണെന്ന ഫ്രണ്ട്സിന് ഇത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് പറയാം ഇങ്ങനൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മളിപ്പം കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ അവരെയും കൂടി അറിയിക്കുക. അപ്പോൾ കമ്മ്യൂണിറ്റി വലുതാവട്ടെ അല്ലേ. അപ്പോൾ ഞങ്ങളുടെ 20th ജൂലൈ നെക്സ്റ്റ് ഇവന്റ് നടക്കുന്നുണ്ട് ഓൺ ട്രിവാൻഡ്രം അറ്റോമിക്. അപ്പോൾ ഇത് ഇറങ്ങുമ്പോൾ അത് കഴിയും, അറിയില്ല, എന്നാലും കിടക്കട്ടെ. ഓക്കെ, ബൈ.